കേരളത്തിൽ സാന്നിധ്യം ശക്തമാക്കാൻ ഹേലിയോസ് മ്യൂച്വൽ ഫണ്ട്. കേരളത്തിലെ ഉയർന്ന സാമ്പത്തിക സാക്ഷരതയും പ്രവാസികളിൽ നിന്നുള്ള സമ്പദ് സമാഹരണ സാധ്യതയും പ്രയോജനപ്പെടുത്താനാണ് ഹേലിയോസിന്റെ തീരുമാനം. കുറഞ്ഞ കാലയളവിൽ തന്നെ കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് 10,000 കോടി രൂപ മറികടന്നെന്ന് ഹേലിയോസ് ഇന്ത്യ ബിസിനസ് ഹെഡ് ദേവി പ്രസാദ് നായർ പ്രോഫിറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇന്ത്യ തന്നെ മൊത്തം ഫോക്കസ് ചെയ്തിട്ട് കേരളം ഒരു വലിയൊരു NRIയും പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഒരു നല്ലൊരു നമ്മുടെ ഇപ്പോൾ മൊത്തം ഇന്ത്യയുടെ AUM നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 2%, ഓൾമോസ്റ്റ് ക്ലോസ് ടു 2% അസറ്റ്സ് ആർ കമ്മിങ് ഫ്രോം കേരള. അപ്പോൾ അത് നമ്മുടെ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതൊരു മാർക്കറ്റാണ് നമുക്ക് വേണ്ടി. ഇവിടെ NRIs ഉണ്ട്, നല്ല ബിസിനസ് ഉണ്ട് ഈ മാർക്കറ്റിൽ. പിന്നെ ഇത് ഗ്രോ ആയിട്ടും വരും. അപ്പോൾ അത് കാരണം നമ്മുടെ കേരള ഓഫീസ് നമ്മൾ തുടങ്ങി. ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് ഇന്നോ നാളെയോ അല്ലെങ്കിൽ 2 മാസത്തിന് വേണ്ടിയല്ല. ഇത് ഞങ്ങളുടെ ഒരു 5-10 വർഷം 20 വർഷമുള്ള ഇൻവെസ്റ്റിംഗ് ബിസിനസ്സാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ജാസ്തി എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻ നമ്മുടെ സ്റ്റേറ്റിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് ഉള്ള കാരണം എവിടെയാണ് നമുക്ക് സർപ്ലസ് കിട്ടുന്നത്? സർപ്ലസ് എവിടെ നിന്ന് വരിക? ജോലിയിലുള്ള ആൾക്കാർ പിന്നെ അവരുടെ സേവിങ് ഹാബിറ്റ്സിൻ്റെ കാരണം സർപ്ലസ് വരിക. അപ്പോൾ നമ്മൾ ബിലീവ് ചെയ്യുന്നത് ഇനിയും ഇന്ത്യയിൽ ഗ്രോത്ത് ഉണ്ടാവും ഇവിടുന്ന്. അപ്പോൾ കേരളത്തിലും ഗ്രോത്ത് ഉണ്ടാവും. ആ ഗ്രോത്തിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി 5-10 ഇയേഴ്സിൻ്റെ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പും കുറേ വാർസും കുറേ മിഡിൽ ഈസ്റ്റ് ക്രൈസിസും അതൊക്കെ നമ്മളെ ഇമ്പാക്റ്റും ചെയ്യും. പക്ഷേ അത് ഞങ്ങൾ വിചാരിക്കുന്നത് അത് അവിടുന്ന് ഇനിയും ചേഞ്ച് ആയിട്ട് എൻവയറമെൻറ്റ് ചേഞ്ച് ആവും. അപ്പോൾ അത് നോർമലൈസ് ആവും. ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ ഞങ്ങളുടെ ഫ്ലെക്സി ക്യാപ് ഫണ്ട് ലോഞ്ച് ചെയ്ത് അത് ഇപ്പോൾ 7,000 കോടിയുടെ അടുത്താവാറായി. അപ്പോൾ ഒരു നല്ലൊരു പെർഫോമൻസ് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്ററിന് വേണ്ടത് റിട്ടേൺസ് ആണ്, പെർഫോമൻസ് ആണ്, സ്റ്റെബിലിറ്റി ആണ്, കൺസിസ്റ്റൻസി ആണ്, വൊളാറ്റിലിറ്റി ഇല്ലാത്തുള്ള ഒരു പെർഫോമൻസ് ആണ്. എക്വിറ്റിയിൽ പൊതുവേ വൊളാറ്റിലിറ്റി ഉണ്ടാവും. പക്ഷേ എന്നാലും ഞങ്ങളുടെ ഫണ്ട് ഹൗസ് മാനേജർ ഫൗണ്ടഡ് ഫണ്ട് ഹൗസാണ്. സമീർ അറോറ എന്ന് അദ്ദേഹം 30 വർഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇവിടുത്തെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അതിന് ഒരു വാല്യൂ കൊടുക്കും. പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മുടെ ടീം സ്ട്രോങ് ആണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കണക്ട് സ്ട്രോങ് ആണ്. അപ്പോൾ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ എല്ലാത്തിലും ട്രസ്റ്റ് ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. ആ ട്രസ്റ്റ് നമ്മളിപ്പോൾ പൊതുവേ നോക്കിയാൽ നമുക്ക് ആരെ അറിയും അവരുടെ മേലെ നമുക്ക് ജാസ്തിയുള്ള ട്രസ്റ്റ്. ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ക്ലയൻറ്റ് അവരെ ട്രസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ചെയിൻ റിയാക്ഷനാണ് ഇത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ത്രൂ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിലേക്ക് പോകും. പിന്നെ ഞങ്ങൾ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ചെയ്യും. അതിനെ പൊതുവെ അതായിട്ട് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെയും മീറ്റ് ചെയ്യും. അവർക്ക് നമുക്ക് പറയാൻ പറ്റും അവരെ കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഫിലോസഫി എന്താണ്, അതൊക്കെ നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. മോസ്റ്റ്ലി അത് ബിക്കോസ് ഓഫ് ദാറ്റ് ട്രസ്റ്റ് ഫാക്ടർ സ്ലോലി ഗ്രാജുവലി നമ്മുടെ പെർഫോമൻസും നമ്മുടെ പ്രസൻസും നമ്മുടെ ഡിസ്ട്രിബ്യൂഷനും എല്ലാം കൂടി ഒത്തുചേർന്ന് വരുമ്പോൾ സ്ലോലി ഗ്രാജുവലി ആ ബിലീഫ് ട്രസ്റ്റ് നമ്മുടെ ഡെലിവറീസിലാണ് വരിക. അപ്പോൾ ആ ട്രസ്റ്റ് വരും ഇൻവെസ്റ്റേഴ്സിൽ. ഞങ്ങൾ ഇന്ത്യ ലെവലിൽ എപ്പോഴും നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കേരള ഒരു മാർക്കറ്റാണ്. നെക്സ്റ്റ് ഇയറിന് ഞങ്ങൾ ഒരു 200 crores ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഈ മാർക്കറ്റിൽ നിന്ന് നമുക്ക് അങ്ങനെ അത്ര ബിസിനസ് വരും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ ലെവലിൽ നമ്മളൊരു 30,000 crores എത്തുന്നു പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 11,000 crores ടച്ച് ആവാറായി. ആസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോസ്, ആസ് ദ കൺട്രി ഗ്രോസ്, അതിൻ്റെ ഒരു ഷെയർ ഞങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒരു ഷെയർ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈസിയാണ്. അപ്പോൾ നമ്മൾ അതാണ് നോക്കുന്നത്. പിന്നെ ഇൻവെസ്റ്റിംഗ് കൾച്ചർ പുതുമയുണ്ട് ഇവിടെ. അപ്പോൾ FD ആയാലോ അല്ലെങ്കിൽ സേവിങ്സ് ആയാലോ, ഇപ്പോൾ ഞാൻ തന്നെ ഒരു മലയാളിയാണ്. അപ്പോൾ എനിക്ക് ചെറുപ്പത്തൊട്ട് പറഞ്ഞിരിക്കുന്നത് സേവ് ചെയ്യണം, സ്പെൻഡ് ചെയ്യരുതെന്ന്. അപ്പോൾ കൾച്ചറുണ്ട്. അപ്പോൾ അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആർക്കും നമ്മൾ പോയി സേവിങ്സ് പഠിപ്പിച്ചു കൊടുക്കണ്ട. സേവിങ്സിൻ്റെ ഇൻസ്ട്രുമെൻറ്റിന് മാത്രം സംസാരിച്ചാൽ മതി. അപ്പോൾ ഈ ഇക്വിറ്റി കൾട്ട് ബിൽഡ് ആകുമ്പോൾ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഒരു ലൈൻ ദാറ്റ് വി വിൽ നോട്ട് ഡിസപ്പോയിൻറ്റ് യു ക്യാൻ ട്രസ്റ്റ് us, വി ആർ ഓൾ എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ. എല്ലാവരും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ടീമിൽ 30 വർഷത്തിൻ്റെ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ടീമാണ്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ടീമിൽ എല്ലാവരും വെരി എക്സ്പീരിയൻസ്ഡ് കസ്റ്റമർ സെൻട്രിക് പീപ്പിളാണ്. ആൻഡ് വി വിൽ ടേക്ക് കെയർ ഓഫ് യുവർ മണി ലൈക്ക് ഇറ്റ് ഈസ് അവേഴ്സ്, ആൻഡ് വി വിൽ നെവർ ഡിസപ്പോയിൻറ്റ് യു.